നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ നടത്തുന്നതിൽ ഭൂരിപക്ഷവും ബിനാമികളെന്ന് പരാതി. അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി ഓൾ കേരള പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് പമ്പുകൾ പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപം. റവന്യൂ സ്ഥലം കയ്യേറിയുള്ള നിർമ്മാണം പോലീസ് തടഞ്ഞു. കരുനാഗപ്പള്ളി, തൊടിയൂർ, ചേലക്കോട്ട് കുളങ്ങര ജംഗ്ഷന് സമീപമാണ് സംഭവം. 15 സെന്റ് സ്ഥലമാണ് കയ്യേറിയത്. കോൺഗ്രസ് പരാജയപ്പെട്ട് BJP ജയിക്കുമ്പോൾ സന്തോഷിക്കുന്ന CPM-ന് എന്ത് രാജ്യസ്നേഹമാണുള്ളതെന്ന് അബ്ദുൾ സമദ് സമദാനി MP. ഇന്ത്യയുടെ അവശേഷിക്കുന്ന സഹിഷ്ണുതയും മതേതരത്വവും ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി BJP ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ നടത്തുന്നതിൽ ഭൂരിപക്ഷവും ബിനാമികളെന്ന് പരാതി. പമ്പുകളുടെ ബിനാമി ഇടപാടുകളെപ്പറ്റി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതായി ഓൾ കേരള പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് ഇത്തരത്തിൽ പമ്പുകൾ പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപം. സംസ്ഥാനത്ത് പൊതുമേഖല, സ്വകാര്യ മേഖല എന്നിവയിലായി 6000-ഓളം പെട്രോൾ പമ്പുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവയിൽ ഭൂരിപക്ഷവും ബിനാമികളാണ് നടത്തിപ്പുകാർ. വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർ പണം മുടക്കി ബിനാമികളുടെ പേരിൽ ലൈസൻസ് സമ്പാദിക്കുകയാണ് പതിവ്. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിൽ പമ്പുകൾ നടത്തുന്നത്. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പമ്പുകൾക്ക് ഉണ്ടാകാറില്ല. ഏതെങ്കിലും രീതിയിൽ അപകടങ്ങൾ ഉണ്ടായാൽ ബിനാമിയുടെ മേൽ കുറ്റം ചാർത്തി യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുകയാണ് പതിവ്. ഈ സാഹചര്യത്തിൽ പമ്പുകളുടെ ബിനാമി ഇടപാടുകളെപ്പറ്റി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതായി ഓൾ കേരള പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ പറഞ്ഞു. നിലവിലുള്ള പമ്പുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാതെയും യാതൊരു ഫീസിബിലിറ്റി സ്റ്റഡിയും നോക്കാതെയും ഓയിൽ കമ്പനികൾ പെട്രോൾ പമ്പുകൾ കൂടുതലായി പണിഞ്ഞു കൂട്ടുന്നത് മൂലമാണ് ബിനാമികൾ കയറി വരുന്നത്. പല ഗൾഫിലും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പണിയെടുത്ത് എന്തെങ്കിലും കുറേ കാശുകൾ കയ്യിലാകുമ്പോൾ നാട്ടിലൊരു ബിസിനസ് എന്നുള്ള ആഗ്രഹത്തിലേക്ക് ആൾക്കാർ വരുന്നു. ഒരു പരിമിത കാലം അവരും അവരുടെ കയ്യിലുള്ള സാമ്പത്തികമൊക്കെ തീരുന്നവരെ പമ്പുകൾ നടത്തും. അതിനുശേഷം അവരും കളം വിട്ടുപോകും. അടുത്ത പുതിയ ആൾക്കാരെ തേടും. ഇത്തരത്തിലൊരു സമീപനം ഏറി വരികയാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊല്ലം ജില്ലയിലെ കുളക്കടയും പത്തനംതിട്ട ജില്ലയിലെ ഇളങ്ങമംഗലവുമായി ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം മന്ത്രി KN ബാലഗോപാൽ നാടിന് സമർപ്പിച്ചു. വികസന കാര്യത്തിൽ മുന്നിൽ തന്നെയാകണമെന്ന നിർബന്ധത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാരാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 54 ലക്ഷം രൂപ ചിലവഴിച്ചാണ് തൂക്കുപാലം നവീകരിച്ചത്. ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിലും ഇതേ നയം തന്നെയെന്ന് പറഞ്ഞ മന്ത്രി തൂക്കുപാലം നിർമ്മിച്ചതിന്റെ പശ്ചാത്തലവും മറ്റൊന്നല്ലെന്ന് വ്യക്തമാക്കി. ഈ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ പരമാവധി വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നും മന്ത്രി ബാലഗോപാൽ പറഞ്ഞു. ഇളങ്ങമംഗലവും വളരെ അടുത്തറിയാവുന്ന സ്ഥലമാണ്. ഏഴംകുളവും ഇവിടെ എല്ലാം അടുത്തറിയാവുന്ന ആളുകളെ അടുത്തറിയാവുന്ന സ്ഥലമാണ്. ഈ രണ്ട് സ്ഥലവും തമ്മിൽ ചരിത്രപരമായി തന്നെ ഒരു വലിയ ബന്ധമുള്ളതാണ്. അപ്പുറം ഇപ്പുറം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രദേശമാണെങ്കിലും അവിടുന്ന് ഇവിടെ സ്കൂളിൽ പഠിക്കാൻ വരിക, ഇവിടുത്തെ മാർക്കറ്റിൽ വരിക, ഇവിടെ സാധനങ്ങൾ കൊണ്ട് വിൽക്കാൻ വരിക. MC റോഡിലേക്ക് കയറാനുള്ള ഇളങ്ങമംഗലത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണിത്. ഏഴംകുളത്തിന്റെ ഇങ്ങേയറ്റം, ഏഴംകുളം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഏഴംകുളം കിടക്കുന്നതും ഇളങ്ങമംഗലം കിടക്കുന്നതും വളരെ വലിയ അകലത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നന്നായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാലം പെട്ടെന്ന് വീണ്ടും വെള്ളപ്പൊക്കത്തിൽ ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളൊരു കാര്യം ഇല്ലാതാവുമ്പോൾ അതിന്റെ വിഷമം കൂടുതലാണ്. തകരാറായ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്ന പശ്ചാത്തലത്തിലാണ് തൂക്കുപാലം നിർമ്മിച്ചത്. MLA കൂടിയായ മന്ത്രി KN ബാലഗോപാലിന്റെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 54 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് തൂക്കുപാലം നവീകരിച്ചത്. ഇളങ്ങമംഗലത്ത് നിന്ന് കല്ലടയാർ താണ്ടി ഏറ്റവും എളുപ്പത്തിൽ MC റോഡിലെത്താനുള്ള മാർഗമായ പാലം കുളക്കട സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഇരുകരകളിലെയും നാട്ടുകാർക്കും ഏറെ ഉപകാരപ്രദമാണ്. 225 അടി നീളത്തിലും 4 അടി വീതിയിലുമാണ് തൂക്കുപാലത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കുടുക്കാല അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് PR ബീന, വാർഡ് അംഗം കവിത, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കരുതൽ 2024 പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തഴവ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ക്യാമ്പ്. ഇതോടനുബന്ധിച്ച് ക്യാൻസർ ബോധവൽക്കരണവും നടത്തി. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കരുതൽ 2024 പദ്ധതിയുടെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെയും നീണ്ടകര ക്യാൻസർ കെയർ സെന്ററിന്റെയും നേതൃത്വത്തിലായിരുന്നു ക്യാൻസർ ബോധവൽക്കരണവും മെഡിക്കൽ ക്യാമ്പും നടത്തിയത്. തഴവ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സദാശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് രോഗമല്ല, സെല്ലിന്റെ അനിയന്ത്രിതമായ വളർച്ചയാണ് ക്യാൻസർ.
ആൾക്കാർ ക്യാൻസർ വരുമ്പോൾ പേടിക്കും. എന്തിനാ പേടിക്കുന്ന പ്രശ്നമേ ഇല്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സമഗ്രമായ പരിശോധനയും പഠനവും നടത്തിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാം സമഗ്രമായി പരിശോധിച്ചും പഠിച്ചും ഓരോ പഞ്ചായത്തിലും 68 പഞ്ചായത്താണ് ഈ കൊല്ലം ജില്ലയിൽ 68 പഞ്ചായത്ത്. ഇവിടെയെല്ലാം നമ്മൾ പഠനം നടത്തി കാര്യങ്ങൾ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്രീലത അധ്യക്ഷത വഹിച്ചു. റാഷിദെ വാഗിദ് സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ഗോപിക, ശിവൻപിള്ള, ഡോക്ടർ ലോട്ടസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. റവന്യൂ സ്ഥലം കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനം പോലീസ് തടഞ്ഞു. അർദ്ധരാത്രിയുടെ മറവിൽ കരുനാഗപ്പള്ളി തൊടിയൂർ ചേലക്കോട്ട് കുളങ്ങര ജംഗ്ഷന് സമീപമാണ് ഭൂമി കയ്യേറ്റം നടന്നത്. 15 സെന്റ് വരുന്ന സ്ഥലത്താണ് കയ്യേറ്റം നടന്നത്. 15 സെന്റ് വരുന്ന റവന്യൂ വക സ്ഥലത്ത് ഇരുളിന്റെ മറവിലാണ് കയ്യേറ്റം നടന്നത്. രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അധികൃതരെ വിവരം അറിയിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ പോലീസ് എത്തി നിർമ്മാണം തടയുകയായിരുന്നു. ഭൂമി കയ്യേറിയവരെ കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് ഭാഷ്യം. റവന്യൂ അധികൃതർ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അംഗത്വ കാർഡുകൾ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് അംഗത്വ കാർഡുകൾ വിതരണം ചെയ്തത്. നീണ്ടകരയിൽ സംഘടിപ്പിച്ച പരിപാടി NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് നീണ്ടകരയിൽ അംഗത്വ കാർഡ് വിതരണം നടത്തിയത്. 73 കുടുംബാംഗങ്ങളുടെ അംഗത്വ കാർഡുകളാണ് വിതരണം ചെയ്തത്. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA കാർഡ് വിതരണം നടത്തി. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആ സംഘടനയ്ക്കുള്ള അംഗബലമാണ്. അംഗത്തരമുണ്ട്, അംഗശേഷിയുള്ളതിനാൽ തുച്ഛമായ ഒരു തുക നൽകിക്കൊണ്ട് ഒരു ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരുടെ ഒരു പ്രശ്നം, ആശുപത്രിയിൽ പോയാൽ പോലും ഒരു ഡോക്ടർ ഒരു സ്കാൻ എടുക്കുമ്പോൾ നമ്മളും ഡോക്ടർ ഉദ്ദേശിക്കുന്നതും പക്ഷേ രോഗി ഉദ്ദേശിക്കേണ്ടതും ആ സ്കാനിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്തൊന്നും കാണില്ലേ എന്നാണ്. പക്ഷെ കുറച്ചു പേരെങ്കിലും ഈ സ്കാനിന്റെ റിപ്പോർട്ട് കാണുമ്പോൾ ഒന്നുമില്ലായിരുന്നില്ലേ, ഒന്നുമില്ലായിരുന്നു എന്നുള്ളത് ചേട്ടനോടിനെ കാശ് മുടക്കേണ്ടതില്ലായിരുന്നല്ലോ എന്നുള്ള ചിന്തയാണ്. പക്ഷെ ഒന്നുമില്ലാത്തതിൽ നമ്മൾ കാശ് മുടക്കണം, ഒന്നുമില്ലാന്ന് അറിയുന്നതിന്റെ ഒരു സന്തോഷം അതല്ലേ വരുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ കുറച്ചു പേരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഈ 100 രൂപ കൊടുക്കുന്നത് കൊണ്ട് അത് കുടുംബത്തിന് ഗുണപ്പെട്ട് വരണം എന്ന് നമ്മളാരും ചിന്തിക്കരുത്. ഗുണപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം. KVVS ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ മുഖ്യാതിഥിയായി. വ്യത്യസ്തമായി ഈ സംഘടന വിവിധങ്ങളായിട്ടുള്ള ദിശകളിൽ വളരെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളറിയാൻ കഴിഞ്ഞ 2022 ജൂലൈ മാസം 31-ാം തീയതി ഇന്ന് നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റി അധികാരത്തിലേറ്റതിനു ശേഷം വ്യത്യസ്തമായ ഒരു ദിശയിലൂടെ ഈ സംഘടനയെ മുന്നോട്ട് നയിച്ച് ഒരു വ്യാപാരി വർഗത്തിന് തന്നെ ഗുണകരമായ ഒട്ടനവധി പദ്ധതികളും പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് വ്യാപാര മേഖല അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വരുന്ന 29-ാം തീയതി കാസർഗോഡ് നിന്ന് നമ്മുടെ സമാരാധനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സരയുടെ നേതൃത്വത്തിൽ ഒരു വാഹന പ്രചരണ ജാഥ ആരംഭിക്കുകയാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് SN വേണുപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഷാൻ മുണ്ടകത്തിൽ സ്വാഗതം പറഞ്ഞു. KVVS ജില്ലാ വൈസ് പ്രസിഡന്റ് നേതാജി B രാജേന്ദ്രൻ, മേഖലാ പ്രസിഡന്റ് KJ മേനോൻ, നീണ്ടകര വൈസ് പ്രസിഡന്റ് G ആർബർട്ട്, നീണ്ടകര ജോയിന്റ് സെക്രട്ടറി നെൽസൺ, രക്ഷാധികാരി ചന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗം സജി പരിമളം തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാര കുടുംബങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കി നിരാലംബരായ നിരവധി കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുകയാണ് സ്നേഹസ്പർശം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് 2024 ഭാഗമായി പരിപാടി നടത്തി. സ്കൂൾ അങ്കണം മുതൽ ഓച്ചിറ ടൗൺ വരെയായിരുന്നു കുട്ടികളുടെ കൂട്ടനടത്തം. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് 2024 ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ കൂട്ടനടത്തം സംഘടിപ്പിച്ചത്. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിലായിരുന്നു കൂട്ടനടത്തം. സ്കൂളിൽ നിന്ന് ആരംഭിച്ച് ഓച്ചിറ ടൗൺ വരെ നടത്തം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ BL അരുണാഞ്ജലി, പ്രഥമാധ്യാപകൻ B ജ്യോതിലാൽ, PTA പ്രസിഡന്റ് കബീർ എൻസൈൻ, നിസ സലീം, A അഭിനന്ദ്, വിധുമോൾ, ജെൻസി, റെജിമോൾ, രഹന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത 115 ഉപഭോക്താക്കൾക്കാണ് ഇടക്കുളങ്ങര മൃഗാശുപത്രിയിൽ വെച്ച് പോത്തുകളെ നൽകിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ നിർവഹിച്ചു.
ഉപഭോക്തൃ വിഹിതവും പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ച് ഇൻഷുറൻസ് പരിരക്ഷയായ 16,000 രൂപയാണ് ഓരോ പോത്തുകുട്ടിക്കും ചെലവ് വരുന്നത്. 3ാം ഘട്ടമായാണ് ഇത്തരത്തിൽ പോത്തുകുട്ടി വിതരണം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പോത്തുകുട്ടി വിതരണമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ 115 പേർക്കാണ് നമ്മുടെ പഞ്ചായത്തിൽ പോത്തുകുട്ടിയെ വിതരണം ചെയ്യുന്നത്. 7,500 രൂപ ഗുണഭോക്തൃ വിഹിതവും 7,500 രൂപ പഞ്ചായത്തും അടച്ചുകൊണ്ട് ഇൻഷുറൻസ് 1,500 രൂപ ചേർത്തുകൊണ്ട് 8,562 രൂപയാണ് നമ്മൾ അടച്ചുകൊണ്ടാണ് ഇതിൻ്റെ പോത്തുകുട്ടിയുടെ പൈസ അടച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ചെയ്തിട്ടുള്ളതും വളരെ ജനങ്ങൾക്ക് പ്രയോജനപ്രദവുമായിട്ടുള്ളൊരു പദ്ധതി തന്നെയാണ്. ഈ വർഷം ആ പദ്ധതി അതിൻ്റെതായ ഗുണനിലവാരത്തിൽ ഉള്ള പോത്തുകളെ തന്നെ നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പദ്ധതി ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. തൊടിയൂർ വിജയൻ, കെ ശ്രീകല, ഷബ്ന ജവാദ്, PG അനിൽകുമാർ, സഫീന അസീസ്, ടി ഇന്ദ്രൻ, CO കണ്ണൻ, ഡോക്ടർ വിനീത ദിവാകർ, ഡോക്ടർ അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കോൺഗ്രസ് പരാജയപ്പെട്ട് BJP ജയിക്കുമ്പോൾ സന്തോഷിക്കുന്ന CPM-ന് എന്ത് രാജ്യസ്നേഹമാണുള്ളതെന്ന് അബ്ദുൾ സമദ് സമദാനി MP അഭിപ്രായപ്പെട്ടു. കുന്നത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ചക്കുവള്ളിയിൽ നടത്തിയ കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ അവശേഷിക്കുന്ന സഹിഷ്ണുതയും മതേതരത്വവും ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി BJP ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് പരാജയപ്പെട്ട് BJP ജയിക്കുമ്പോൾ സന്തോഷിക്കുന്ന CPM-ന് എന്ത് രാജ്യസ്നേഹമാണുള്ളതെന്ന് നാം ചിന്തിക്കണമെന്ന് അബ്ദുൾ സമദ് സമദാനി MP അഭിപ്രായപ്പെട്ടു. നടന്നില്ലേ പലരും ഇവിടെ? ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ നിന്നും ചിലർ വന്നില്ലേ? അവർ ഉത്തരേന്ത്യയിലൊക്കെ കേരളത്തിന് പുറത്ത് അടുത്ത കാലത്ത് ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവരുടെ റോൾ എന്തായി? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒച്ചയിട്ട് സംസാരിക്കുന്നവർ കർണാടക തെരഞ്ഞെടുപ്പിൽ അവരുടെ റോൾ എന്തായിരുന്നു? മറ്റ് സംസ്ഥാനങ്ങളിൽ അവരുടെ റോൾ എന്തായിരുന്നു? ചാൻസിൽ BJPക്ക് ജയിക്കാൻ വേണ്ടി സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. അതാണ് ഇന്ത്യയുടെ അവശേഷിക്കുന്ന സഹിഷ്ണുതയും മതേതരത്വവും ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി BJP ശ്രമിക്കുന്നത്. കോൺഗ്രസ് ഇല്ലാതായാൽ രാജ്യമാണ് നശിക്കുന്നത്. ഇന്ത്യയെ വീണ്ടെടുക്കാനാണ് രാഹുൽ ഗാന്ധി രാജ്യമെമ്പാടും ഭാരത് ജോഡോ യാത്ര നടത്തിയതെന്നും അതിനെ പിന്തുണയ്ക്കുകയാണ് ഓരോ രാജ്യസ്നേഹിയുടെയും കടമയെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുമായി പാർലമെന്റിലും പുറത്തും ഏറെ സംസാരിക്കുവാനും ഇടപെടാനും അവസരം ലഭിച്ച എനിക്ക് ജവഹർലാൽ നെഹ്റുവിന്റെ ദർശനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും ബോധ്യമായതെന്നും അദ്ദേഹത്തിലൂടെ രാജ്യം വീണ്ടെടുത്താൽ പഴയ ഇന്ത്യയെ നമുക്ക് തിരിച്ചു ലഭിക്കുമെന്നും സമദാനി പറഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യൻ ഇന്ത്യയിലുണ്ട്. അദ്ദേഹം ചെല്ലുന്നിടത്ത് കണ്ണീരുമായിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ വരവേൽക്കുന്നുണ്ട്. അദ്ദേഹം അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ വന്നിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രയിൽ പങ്കെടുത്ത ശേഷമാണ്. ചെറിയൊരു കാര്യമല്ല അത്. ഒരറ്റത്തിൽ നിന്ന് മറ്റൊരറ്റത്തേക്ക് രാഹുൽജി പറയുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് നാട് മുഴുവൻ പറയുന്ന വാക്കുണ്ട്. വിരോധത്തിന്റെ വിദ്വേഷത്തിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത്. അത് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല. രാജ്യത്തെ മതേതര പാർട്ടികളെ അണിനിരത്തി ഇന്ത്യ മുന്നണി രൂപീകരണം ഇതിനായിട്ടുള്ളതാണെന്നും കേന്ദ്രത്തിലും കേരളത്തിലും ഇതിനായി നമുക്ക് ഒത്തുചേരാമെന്നും ഇതിനെതിരെ നിൽക്കുന്നവരെ തിരിച്ചറിയണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കുന്നത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ചക്കുവള്ളിയിൽ നടത്തിയ കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തി. ചെയർമാൻ ഗോകുലമനിൽ അധ്യക്ഷത വഹിച്ചു. KC രാജൻ, P രാജേന്ദ്രപ്രസാദ്, MV ശശികുമാരൻ നായർ, C മോഹനൻപിള്ള, അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം, തോപ്പിൽ ജമാലുദ്ദീൻ, കുളക്കട രാജു, KS വേണുഗോപാൽ, ഇടവനശ്ശേരി സുരേന്ദ്രൻ, സുധാകരൻ പള്ളത്ത്, പ്രകാശ് മൈനാഗപ്പള്ളി, വൈഷാജഹാൻ, കാരക്കാട്ടനിൽ, അനൂതാജ്, ആയിക്കുന്നം അബ്ദുൾ അസീസ്, കല്ലട ഫ്രാൻസിസ്, ബിജു മൈനാഗപ്പള്ളി, ഹുസൈൻ പോരുവഴി, P നൂറുദ്ദീൻ കുട്ടി, കല്ലട വിജയൻ, തുണ്ടിൽ നൌഷാദ്, K സുകുമാരപിള്ള, മെക്ക വഹാബ്, കാരുവള്ളിൽ ശശി, PK രവി, രവി മൈനാഗപ്പള്ളി, കാഞ്ഞിരവിള അജയകുമാർ, കല്ലട ഗിരീഷ്, K കൃഷ്ണൻകുട്ടി നായർ, സുഹൈൽ അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ആദരമൊരുക്കി. പാവുമ്പ ഹൈസ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്നേഹാദരവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഘോഷയാത്ര, പുരസ്കാര വിതരണം എന്നിവയും നടത്തി. പാവുമ്പ ഹൈസ്കൂൾ സംസ്ഥാന കലാകായിക പ്രതിഭകൾക്ക് ആദരവ് നൽകി. സ്നേഹാദരവ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കലാകായിക പ്രതിഭകളെയും വഹിച്ച് വാഹന ഘോഷയാത്രയും നടത്തി. CR മഹേഷ് MLA ആദരവ് ഉദ്ഘാടനം ചെയ്തു. വേണ്ടുന്ന പരിഗണനയും
പേരും പ്രശസ്തിയും കിട്ടാതെ പോയ ഒരു സ്ഥാപനമാണ്. പക്ഷെ ഇത് കാണുമ്പോൾ അടിവരയിട്ട് പറയാം, ഇനി വരുന്ന ദിവസങ്ങൾ പാവമ്പ ഹൈസ്കൂളിൻ്റെതായിരിക്കും എന്ന് സന്തോഷത്തോടു കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ ഈ സംഘാടനം ഉൾപ്പെടെ എന്തിനും സഹായിക്കാൻ കലാപരമായും കായികപരമായും കഴിവുള്ള സജീവമായ ഒരു PTA കമ്മിറ്റി. ചലച്ചിത്ര താരവും പൂർവ്വ വിദ്യാർത്ഥിയുമായ അരുൺ ശങ്കർ വിശിഷ്ടാതിഥിയായി. കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പുരസ്കാര വിതരണവും നിർവഹിച്ചു. പ്രഥമാധ്യാപിക രശ്മി വാസുദേവൻ സ്വാഗതം പറഞ്ഞു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മധു മാവോലിൽ, തഴവ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B. ബിജു, സംഘാടക സമിതി ചെയർമാൻ KK കൃഷ്ണകുമാർ, K. മോഹനൻ പിള്ള, സന്ധ്യ സുമേഷ്, പ്രശാന്തി ദീപു, മായ സുരേഷ്, RLV സുരേന്ദ്രൻ, G. രാമചന്ദ്രൻ പിള്ള, V. വിജയകുമാർ, സിനിക്കുട്ടൻ, പ്രദീപ് വിശ്വനാഥ്, അഡ്വക്കേറ്റ് B. അനിൽകുമാർ, ഹരിയാർ പെരുമന, പാവുമ്പ മനോജ്, രാജു സാഗരം, ശശി കൊയ്പ്പള്ളി, GP ബിനു, R. ഉണ്ണികൃഷ്ണപിള്ള, കൂടത്തറ ശ്രീകുമാർ, R. അജിത് കുമാർ, ജ്യോതിഷ് R. നായർ, ദീപ R. തുടങ്ങിയവർ പങ്കെടുത്തു. ജീവിതത്തിൽ പിന്നിലിട്ട് പോയതൊന്നുമൊന്നുമേ ആ വിഫലമായി തീർന്നില്ലെന്ന് അറിവൂ ഞാൻ എന്ന് ടാഗോർ ഗീതാഞ്ജലിയിലൂടെ പറയുന്നുണ്ട്. നോക്കൂ, വർഷങ്ങൾക്കപ്പുറത്ത് ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയ സ്കൂളിന്റെ കാലമൊന്ന് കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ഇക്കാലത്തെ പ്രതിഭകളെ ആദരിക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തിരിച്ചറിയുന്ന ഒരു മഹാസത്യമുണ്ട്. ആ മഹാസത്യം എന്നത് കേവലം പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് ഈ വിദ്യാലയം കളിയായും ചിരിയായും പ്രണയമായും കഥയായും വായനയായും ചിന്തകളായും നാടകമായും എന്നിലേക്ക് പകർന്നു നൽകിയ അതിഗംഭീരമായ ഒരു ഭൂതകാലമാണ്. തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ, തഴവ. പുതിയകാവ് നെഞ്ചിരോഗ ആശുപത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്തു. വലിയകുളങ്ങര GLPSലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം നൽകിയത്. കുട്ടികളും രക്ഷിതാക്കളും വീടുകളിൽ നിന്നെത്തിച്ച പൊതിച്ചോറാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകിയത്. വലിയകുളങ്ങര GLPSലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് പൊതിച്ചോറ് വിതരണം ചെയ്തത്. പുതിയകാവ് TB ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഭക്ഷണം നൽകിയത്. കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് വീടുകളിൽ നിന്നെത്തിച്ച പൊതിച്ചോറാണ് വിതരണം ചെയ്തത്. SMC അംഗങ്ങളും അധ്യാപകരും കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എല്ലാ മാസവും പദ്ധതി തുടർന്നു പോകാൻ കുട്ടികളുടെ ക്ലബ്ബ് പദ്ധതിയിടുന്നു. സ്കൂൾ പ്രഥമാധ്യാപിക ജയലക്ഷ്മി, ഹോസ്പിറ്റൽ രക്ഷാധികാരി ഡോക്ടർ നഹാസ്, SMC ചെയർമാൻ അഡ്വക്കേറ്റ് ശരത് കുമാർ, SMC വൈസ് ചെയർമാൻ ഹബീബ്, മദർ PTA പ്രസിഡന്റ് അനീസിയ, T. ദീപ, ശ്രീജ, രേഖഭായ്, ഷെഫീഖ്, അഭിൻഷ, ബീനാദേവി, രമണി, ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ നടത്തുന്നതിൽ ഭൂരിപക്ഷവും ബിനാമികളെന്ന് പരാതി. അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി ഓൾ കേരള പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് പമ്പുകൾ പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപം. റവന്യൂ സ്ഥലം കയ്യേറിയുള്ള നിർമ്മാണം പോലീസ് തടഞ്ഞു. കരുനാഗപ്പള്ളി, തൊടിയൂർ, ചേലക്കോട്ട് കുളങ്ങര ജംഗ്ഷന് സമീപമാണ് സംഭവം. 15 സെന്റ് സ്ഥലമാണ് കയ്യേറിയത്. കോൺഗ്രസ് പരാജയപ്പെട്ട് BJP ജയിക്കുമ്പോൾ സന്തോഷിക്കുന്ന CPMന് എന്ത് രാജ്യസ്നേഹമാണുള്ളതെന്ന് അബ്ദുൾ സമദ് സമദാനി MP. ഇന്ത്യയുടെ അവശേഷിക്കുന്ന സഹിഷ്ണുതയും മതേതരത്വവും ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി BJP ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കേരള വിഷന്റെ കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും ജനുവരി 30-ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതിനു മുന്നോടിയായി കൊല്ലം ജില്ലയിലെ കേരള വിഷന്റെ 3.5 ലക്ഷം ഉപഭോക്താക്കൾ ഗുണകരമാകുന്ന 20-ലധികം കൺസ്യൂമർ സ്റ്റോറുകളും 30-ലധികം സെയിൽസ് കൗണ്ടറുകളും ജില്ലയിൽ തുറക്കുന്നു. ഇതിന്റെ ആദ്യഘട്ടമായി സെൻട്രൽ സ്റ്റോറായ സൗത്ത് സ്റ്റോറിന്റെ ഉദ്ഘാടനം ജനുവരി 20 ശനിയാഴ്ച രാവിലെ 10 മണിക്ക്
കുണ്ടറ ഇളമ്പള്ളൂർ കേരള വിഷൻ അനക്സിൽ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പി സുരേഷ് കുമാർ നിർവഹിക്കും. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററിൽ നിന്നും ചോദിച്ചറിയുക. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം.